മാസം 25-ാം തീയതി ഒക്കെ ആകുമ്പോൾ യൂട്യൂബിൽ നിന്ന് പേയ്മെന്റ് കിട്ടും. $100 മിനിമം ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു മാസം യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും വന്നിട്ടുള്ള ഒരു മുഖമായിരിക്കും പ്രവീൺ പ്രണവ് എന്നുള്ളൊരു യൂട്യൂബ് ചാനൽ, അവരുടെ ഫാമിലി, അവരുടെ കുടുംബ വഴക്ക് കാര്യങ്ങളൊക്കെ. ഇന്ന് മറിമായ എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. അവരുടെ ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അവരുടെയും കോണ്ടന്റ്, കുടുംബ വഴക്കെടുത്ത് സോഷ്യൽ മീഡിയയിലിരുന്ന്. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ, ഇവരുടെ പുതിയ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. കഴിഞ്ഞ മാസത്തെ ഇവരുടെ കുടുംബ വഴക്ക് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലക്ഷങ്ങളാണ്, 50 ലക്ഷത്തോളം വ്യൂ ഒക്കെ അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പല തരത്തിലുള്ള വീഡിയോയ്ക്ക് 50 ലക്ഷം വെച്ച് ഓരോ വീഡിയോയ്ക്കും കിട്ടുന്നുണ്ടായിരുന്നു. ഈ മാസം 25-ാം തീയതി ഒക്കെ ആകുമ്പോൾ യൂട്യൂബിൽ നിന്ന് പേയ്മെന്റ് കിട്ടും. $100 മിനിമം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്നും 18,000 രൂപ കിട്ടും. ഇവർക്കൊക്കെ എത്ര രൂപ കിട്ടുമെന്ന് യൂട്യൂബിൽ ആദ്യാക്ഷരം എഴുതാൻ അറിയുന്നവർക്ക് വ്യക്തമായിട്ട് അറിയായിരിക്കും. ഇതിനകത്തൊരു ഫേക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യാനുള്ള കാര്യം ഞാൻ പറയാം. ഇവർ വലിയ കുടുംബവഴക്കും ഒക്കെ പറഞ്ഞു. ആദ്യമൊക്കെ ഇവർ ഭയങ്കര സ്നേഹമായിരുന്നു, അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട്. എന്താ സ്നേഹമായിരുന്നു, എന്താ കെട്ടിപ്പിടുത്തം, എന്താ ഇതുപോലൊരു കുടുംബം കേരളത്തിൽ ഇല്ലാത്തൊരവസ്ഥ. അതിനുശേഷം ഇവിടെ വഴക്കൊക്കെ ഇടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ട് പരസ്പരം സ്വന്തം കുടുംബത്തിൽ അങ്ങനെയാണ്, അച്ഛൻ അങ്ങനെയാണ്, അമ്മ അങ്ങനെയാണ്, അനിയനെ കൊള്ളില്ല, തിരിച്ച് അവർ വന്നിട്ട് എന്തോന്നിട്ട് നീയൊക്കെ പറയുന്നു എന്നുള്ള രീതിയിൽ അവർ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ ഇടുന്നു. സ്വന്തം ഭാര്യയെ, ഗർഭിണിയായ ഭാര്യയെ ചവിട്ടി എന്നൊക്കെ പറയുന്നു, കരയുന്നു, ബഹളം വെക്കുന്നു. അമ്മയ്ക്കും അച്ഛനും മൂത്ത മകനോട് സ്നേഹം, ഇളയ മകനോടാണ് സ്നേഹം, നിങ്ങൾ ഇങ്ങനൊന്നും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ പയ്യൻ കിടന്ന് കരയുന്നതൊക്കെ ഞാൻ കണ്ടു. ഇന്നലെ ആ മൂത്ത പ്രവീൺ എന്നാണോ പ്രണവാണോ, ഏറ്റവും മുതിർന്ന ഒരു പയ്യനുണ്ട്, ഭാര്യയൊക്കെയുള്ള, അവരുടെ കുട്ടിയുടെ പേരിടൽ ചടങ്ങായിരുന്നു. അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഇവരുടെ അച്ഛനും അമ്മയൊക്കെ വന്നിപ്പോണ്ട്. എന്താ സ്നേഹം. പിന്നെ അമ്മ വന്നിട്ട് കൊച്ചിന് ഉമ്മയൊക്കെ കൊടുക്കുന്നു. അനിയൻ അന്ന് പറഞ്ഞ പേര് കൊച്ചിന് അൻപ് എന്നൊക്കെ ഇടുന്നു. സത്യത്തിൽ നിങ്ങൾ എന്ത് ഉടായ്പ പരിപാടികൾ. അപ്പോൾ ഇത്രയും പ്രശ്നമൊക്കെ ഉള്ളായിരുന്നെങ്കിൽ എന്തിനും നിങ്ങൾ യൂട്യൂബിലൂടെ വന്നിട്ട് ഇങ്ങനെ കിടന്ന് കാറി പോയി നാട്ടുകാരെ പറ്റിച്ചേ? ഈ നാട്ടുകാരുടെ മുമ്പ് എന്തിനാണ്? ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരിപ്പം ഈ ആൾക്കാരെല്ലാം വിളിച്ചാൽ കൊച്ചിൻ്റെ 28 കെട്ട് നടത്തി അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്തുവായിരുന്നു ഇവൻ്റെയൊക്കെ അഹങ്കാരവും ബഹളവും, അച്ഛനും മോനും തമ്മിൽ, അമ്മയും മോനും തമ്മിൽ എന്തൊക്കെയായിരുന്നു. അതിനുശേഷം എന്ത് അടവ് അഭ്യാസം നമ്മൾ കണ്ടു. അതിനുശേഷം എന്തായിരുന്നു? പരസ്പരം കല്ല് വലിയെറിയുന്നു, ബഹളം വെക്കുന്നു. ഇപ്പം ഫാമിലി എല്ലാം കൂടെ വന്ന് ഒന്നിക്കുന്ന, അനിയൻ കൊള്ളില്ല, അനിയൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അനിയൻ പറഞ്ഞ അന്നത്തെ പേര് കൊച്ചിനിടുന്നു. ഭാര്യയെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാണമില്ലാതെ ആ കൊച്ചിന് ആ പേരിടുന്നു. അച്ഛനും അമ്മയും വന്ന് നിൽക്കുന്നു, അവർ ഉമ്മ കൊടുക്കുന്നു, സന്തോഷം, ഭയങ്കര സ്നേഹം. അപ്പം നിങ്ങൾ ഒരു മാസം മുമ്പ് എന്തോ കാണിച്ചു? എല്ലാവരുടെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി, എല്ലാവരുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും വന്നൊരു യൂട്യൂബിനകത്തൂടാണോ വീഡിയോ ഇടുന്നത്? യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് അത് മോണിറ്റൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയല്ലേ നിങ്ങൾ ചെയ്ത്? പക്ക ഫേക്കായിട്ടാണ് എനിക്ക് ഇവരെ ഫീൽ ചെയ്യുന്നത്. സത്യത്തിൽ പക്ക ഫേക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പലരും വന്നിട്ട് ഓരോ കമൻറ്റ് ബോക്സിൽ പോയിട്ട് സൂപ്പർ അണ്ണ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മാസം 26-ാം തീയതി ആകുമ്പോൾ കഴിഞ്ഞ മാസം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബഹളം വെച്ചതിൻ്റെ നല്ല പേയ്മെൻറ്റ് അവരുടെ അക്കൗണ്ടിൽ വന്ന് ക്രെഡിറ്റ് ആവും, നല്ല പേയ്മെൻറ്റ് വന്ന് വീഴും. ഇതൊന്നും അറിയാത്ത കുറേ മനുഷ്യരാണ് ഇവർ കാണിക്കുന്ന ഈ കോപ്പറായൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, യൂട്യൂബിലൊക്കെ വന്ന് സംസാരിച്ചു, എല്ലാവരും ഞങ്ങൾക്കെതിരെയായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ വന്ന് അച്ഛൻ മാന്തി, അനിയൻ തള്ളി, ഭാര്യയുടെ വയറ്റിൽ ചവിട്ടി, അമ്മയ്ക്ക് മൂത്ത മകനോട് സ്നേഹമില്ല, ഇളയ മകനോടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, അവർ കമൻ്റ് ഇടും. അപ്പം നിങ്ങൾക്ക് വന്നിട്ട് ഇങ്ങനെ പരസ്പരം സ്വന്തം വീട്ടിൽ ഒരു മുറിക്കകത്ത് സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പോയി പറയാം. അവിടെയൊന്നും വിഷയമില്ല. ഈ കമൻ്റ് ഇട്ടവരും അതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തവരുമാണ് പ്രശ്നക്കാർ. ഇതൊക്കെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, എല്ലാവരുടെയും കയ്യിലേക്ക് യൂട്യൂബ് വീഡിയോ വന്നുകൊണ്ടിരിക്കുകയാണ്. കരയുന്ന ബഹളം വെക്കും. എന്താ അഭിനയമായിരുന്നു ഇവരൊക്കെ ഒരു സമയത്ത്. ഒരു മാസത്തിന് മുമ്പ് മാതൃകാ കുടുംബമായിരുന്നു, എന്താ സ്നേഹമായിരുന്നു. ഇത് ലൈറ്റ് ആക്ഷൻ ക്യാമറ എന്നൊക്കെ പറയുന്ന പോലെ അതുവരെ അവിടെ എവിടെയൊക്കെ മാറിയിരുന്നിട്ട് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടുക, ഇമാതിരി പരിപാടിയാണ്. ഇതിപ്പം യൂട്യൂബ് ചാനലുകാർ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, വീട്ടിലെ കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടാൻ തുടങ്ങുന്നുണ്ട്. കുടുംബകാര്യമൊക്കെ വീട്ടിൽ സംസാരിച്ച് തീർത്തൂടെ? എന്തിനാണ് നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് വന്നിട്ട് കുടുംബകാര്യം പറയുന്നത്? എന്തിനാ ഈ വീഡിയോയ്ക്കകത്തോടെ ഒന്ന് കുടുംബകാര്യം പറയുന്നത്? എന്നിട്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഈ മാസം 26-ാം തീയതി ഈ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കിട്ടാൻ പോകുന്ന വരുമാനം ഭയങ്കരം തന്നെയാണ് കേട്ടോ. നല്ല രീതിയിൽ ഒരു കൊച്ചു കാർ മേടിക്കാനുള്ള വരുമാനം അതിനകത്തുനിന്ന് അവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിയാവുന്നവർക്ക് മനസ്സിലാവും ഇത്രയും വ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്ന്. സ്വന്തം വീട്ടിലെ കാര്യം സ്വന്തം, നമ്മളിപ്പം ഒരാൾക്ക് എപ്പോഴും ഒരു പേഴ്സണൽ ലൈഫ് വേണം. വന്നിട്ട് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ, നിങ്ങൾക്ക് നാണമൊന്നുമില്ലേ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്ക്? നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷന് പോയിരിക്കുന്നു, ഇന്നലെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളുടെ വന്ന് അവിടെ നിൽക്കുന്നുണ്ട്, ആ കൊച്ചിൻ്റെ 28 കെട്ടിന് നാട്ടുകാർ കാണാൻ നേരത്ത്
പുച്ഛിക്കില്ലേ നിങ്ങളെ? ആ വന്നിരിക്കുന്നവരൊക്കെ എന്തുമായിരിക്കും സ്വാഭാവികമായിട്ടും പറഞ്ഞേ? ഓ അതുകൊണ്ട് തന്റെ തല്ലി, ഭാര്യയെ തല്ലി, എന്താ സ്നേഹം ഇപ്പോൾ സ്നേഹം കാണിക്കുന്നുണ്ടോ? എന്താ സ്നേഹം അടവും അഭ്യാസവും ഇങ്ങനല്ലേ പറയത്തുള്ളൂ. നിങ്ങൾ വീട്ടിൽ പറയേണ്ട കാര്യം വീട്ടിൽ പറയണമായിരുന്നു, അവിടെ നിർത്തണമായിരുന്നു. അതെടുത്ത് കണ്ടന്റ് ആക്കി യൂട്യൂബിലിട്ട് പൈസ ഉണ്ടാക്കുകയാണ് ഇപ്പോഴത്തെ കുറേ ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ആൾക്കാർ പോയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി 10-25 ലക്ഷമൊക്കെയാണ് ഒരു വീഡിയോയ്ക്ക് വ്യൂ എന്ന് വരുന്നത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവർ ഒന്നാന്തര ഫേക്ക് ഫാമിലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒന്നാന്തര ഫേക്ക് ഫാമിലി. അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെയും വന്നിട്ട് എല്ലാവരും കൂടെ നിന്ന് നാണമില്ലാത്ത പരിപാടി കാണിക്കുന്നത്, അല്ലെങ്കിൽ അന്ന് ഭാര്യയെ ചവിട്ടി ഭാര്യയെ തള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം അനിയനെ അതും ഇതൊക്കെ പറഞ്ഞിട്ട് ആ പയ്യൻ പറഞ്ഞ പേര് കൊണ്ടുവന്നിട്ട് സ്വന്തം കൊച്ചിനിട്ട് കൊടുക്കുന്നു. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. നിങ്ങളുടെ കമൻറ്റ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്.